ഹായ്, ഞാൻ സുബിൻ. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മൾ പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ടാക്സേഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത്. ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ഡേ ടു ഡേ ഓഫീസ് വർക്കിന് എങ്ങനെയാണ് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാറ്റ് GPT കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കൊരു അസിസ്റ്റന്റ് ഉണ്ട് എന്ന് കരുതുക. സൂര്യന് താഴെയുള്ള എന്തിനെക്കുറിച്ചും ആ അസിസ്റ്റന്റിന് അറിയാം. നിങ്ങൾക്കൊരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യണോ, നിങ്ങൾക്കൊരു കവിത എഴുതണോ, നിങ്ങൾക്ക് ബിരിയാണിയുടെ റെസിപ്പി തയ്യാറാക്കണോ, എന്തും ഈ അസിസ്റ്റന്റ് ചെയ്തു തരും എന്ന് കരുതുക. ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ പോലെ. ഒരർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ചാറ്റ് GPT യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഇൻകം ടാക്സ് റീഫണ്ട് ഡിലേ ആണ്, നിങ്ങൾക്കൊരു ഗ്രീവിയൻസ് കൊടുക്കണം, അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് തരുന്ന ഒരാൾ. നിങ്ങളുടെ GSTR 3B അല്ലെങ്കിൽ 2A റീകൺസീലിയേഷനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു റിപ്ലൈ ലെറ്റർ തയ്യാറാക്കണം. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിനെ കുറിച്ച് ബാങ്കിലേക്ക് ഒരു ലെറ്റർ എഴുതണം. കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിന് നിങ്ങൾക്കൊരു അപ്പീൽ ഫയൽ ചെയ്യണം. അതിന്റെ ഗ്രൗണ്ട്സ് നിങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ മെയിൻലി കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് ഓഫീസ് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ചാറ്റ് GPT എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് കൈവന്നിരിക്കുന്നത്. ഞാനിതിന്റെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയുന്നില്ല. നേരെ നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ ചാറ്റ് GPT യൂസ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഗൂഗിളിൽ Chat-GPT എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ openai.com എന്നുള്ളൊരു സൈറ്റിലേക്ക് നമ്മൾ പോവും. ട്രൈ Chat-GPT. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെൽക്കം ടു Chat-GPT ലോഗിൻ എന്ന് കാണാനായിട്ട് കഴിയും. നിങ്ങൾക്ക് ലോഗിൻ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കാം. നിങ്ങളുടെ അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഇതാണ് ചാറ്റ് GPTയുടെ ഹോം പേജ് വരുന്നത്. ഇവിടെ തന്നെ പറയുന്നുണ്ട് എക്സാമ്പിൾസ് എന്താണ്, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ചാറ്റ് GPT എന്താണ്, അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്താണെന്ന്, അതുപോലെ തന്നെ അതിൻ്റെ ക്യാപ്പബിലിറ്റീസ് എന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് വെറുതെ ഒരു ലീവ് ലെറ്റർ എഴുതാൻ പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മളൊരു സ്കൂളിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോൾ നമ്മളൊരു ലീവ് ലെറ്റർ എഴുതാനാണ്. അപ്പോൾ ചാറ്റ് GPTയുടെ അടുത്ത് ഒരു ലീവ് ലെറ്റർ എഴുതാനായിട്ട് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഡ്രാഫ്റ്റ് എ ലീവ് ലെറ്റർ ടു ക്ലാസ് ടീച്ചർ. വളരെ മനോഹരമായിട്ടുള്ളൊരു ലീവ് ലെറ്ററാണ്. നമുക്ക് ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, ഡ്രാഫ്റ്റ് എ ലീവ് ലെറ്റർ ടു ക്ലാസ് ടീച്ചർ. ഇത്ര രസകരമായിട്ട് നമുക്കൊരു ലീവ് ലെറ്റർ എഴുതി തന്നിരിക്കുകയാണ്. ഇനി ഇതിൽ എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനായിട്ട് പറ്റുന്നുണ്ടോ. അപ്പോൾ നമുക്കിവിടെ റീസൺ ഫോർ ലീവ് വേണമെങ്കിൽ കൊടുക്കാം, ഡേറ്റ് എന്താണെന്ന് കൊടുക്കാം, അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇമ്പ്രൂവ് വിത്ത് ഡേറ്റ് February 1 and 2, റീസൺ റിലേറ്റീവിൻ്റെ മാരേജ് ആണ്. നിങ്ങളതിൽ വീണ്ടും ഇൻസ്ട്രക്ഷൻ മുഴുവൻ കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇംപ്രൂവ് വിത്ത് ഡേറ്റ് February 1 and 2, റീസൺ റിലേറ്റീവ് മാരേജ്, ഇത്ര മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മുമ്പത്തെ ആ തന്നിരിക്കുന്ന ലീവ് ലെറ്റർ നമുക്ക് ഈ ഒരു റീസൺ കൂടിയും അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൂടി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നമുക്കത് വീണ്ടും പ്രസൻറ്റ് ചെയ്യും. ഇനി ഈ സെയിം കണ്ടൻറ്റ് തന്നെ നമുക്ക് വീണ്ടും എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം. കുറച്ച് ലൈറ്റായിട്ട് എഴുതാൻ പറയാം, എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, കുറച്ചും കൂടി ഷോർട്ട് ആക്കാനായിട്ട് പറയാം. അപ്പോൾ ഇതൊരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് എങ്ങനെയാണ് നമ്മൾ ഈ ചാറ്റ് GPT നമ്മളൊരു ലെറ്റർ ഡ്രാഫ്റ്റിംഗ് എന്നുള്ളൊരു ആംഗിളിൽ ഇതിനെ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. നമുക്കിനി ഒരു പ്രൊഫഷണൽ രീതിയിൽ എങ്ങനെയാണ് നമുക്കിതിന് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. നമുക്കൊരു ഇൻകം ടാക്സ് ഹിയറിംഗ് February 1 നമുക്കൊരു ഇൻകം ടാക്സിൻ്റെ ഹിയറിംഗ് ഉണ്ട്. അപ്പോൾ നമുക്കതൊരു 8 ചേഞ്ച് ചെയ്യണം. കാരണം ഓഡിറ്റർ അവൈലബിൾ അല്ല, അതുകൊണ്ട് നമുക്ക് 8 മാറ്റണം. അപ്പോൾ ഡ്രാഫ്റ്റ് എ ലെറ്റർ ടു എക്സ്റ്റെൻഡ് ഇൻകം ടാക്സ് ഹിയറിംഗ് ഫ്രം February 1 to February 8 ഡ്യൂ ടു അൺഅവൈലബിലിറ്റി ഓഫ് ഓഡിറ്റർ. നമുക്കത് അഡ്രസ്സ് ചെയ്യേണ്ടത് ഇൻകം ടാക്സ് ഓഫീസർ തൃശ്ശൂർക്കാണ്. ജസ്റ്റ് നിങ്ങളിത് മാത്രം കൊടുക്കുക. ഓക്കെ, വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഓഡിറ്ററുടെ പേരും, കാരണം നോർമലി നമ്മളൊരു ഓതറൈസേഷനൊക്കെ വെക്കാറുണ്ട്, അപ്പോൾ ഓഡിറ്ററുടെ പേര് വെച്ചിട്ട് നമുക്കതൊന്ന് മാറ്റണം എന്ന് വിചാരിക്കും. നമുക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യണം നമ്മുടെ മുകളിലത്തെ ലെറ്റർ. അപ്പോൾ ഇമ്പ്രൂവ് വിത്ത് ഓഡിറ്റർ നെയിം CA Subin VR ഇരിഞ്ഞാലക്കുട, അങ്ങനെ കൂടി നമുക്കത് ആഡ് ചെയ്തിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ലെറ്റർ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് വേറെ എന്താണ് ഇതിൽ ചെയ്യാനായിട്ടുള്ളത്. പ്രൊഫഷണലി നമുക്ക് ഇപ്പോൾ GSTR 3B അല്ലെങ്കിൽ റീകൺസീലിയേഷനുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഹിയറിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ ലെറ്റർ കൊടുക്കണം എന്ന് വിചാരിക്കും. നമ്മൾ കൊടുത്തേക്കുന്നത് GSTR 3Bയും 2Aയും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ലെറ്റർ വന്നിരിക്കുകയാണ്, ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ ഓൾറെഡി റീകൺസീൽ ചെയ്തിട്ടുണ്ട്, കാരണം നമ്മൾ പൈസ അടയ്ക്കാനായിട്ട് ലയബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു GST ഓഫീസർക്ക് നമ്മളൊരു
ലെറ്റർ പ്രിപ്പയർ ചെയ്യണം എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഈ ഒരു റിപ്ലൈ ലെറ്റർ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം നമ്മൾ റീകൺസിൽ ചെയ്തു എന്ന് മാത്രമാണ്. പക്ഷേ ഇത് നെറ്റിൽ ഉള്ള ഇൻഫർമേഷൻ എന്താ നമ്മളുടെ ചാറ്റ് GPT അല്ലെങ്കിൽ ഓപ്പൺ AI അത് സെർച്ച് ചെയ്തിട്ട് അവർക്ക് ഇപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു കാര്യം GST പോർട്ടലിലുള്ളൊരു ഇഷ്യൂ കൊണ്ടായിരിക്കാം ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെക്കൻഡ് പാരഗ്രാഫ് അങ്ങനെയാണ് അവർ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സെക്കൻഡ് പാരഗ്രാഫ് നമുക്ക് കളഞ്ഞിട്ട് ഇപ്പോൾ പുതിയൊരു സർക്കുലാർ വന്നിട്ടുണ്ട്. അപ്പോൾ സർക്കുലാറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ബേസിലാണ് നമ്മളിത് പറയാൻ പോകുന്നത്. അപ്പോൾ ബേസ്ഡ് ഓൺ ദ സർക്കുലാർ നമുക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് ആ സെക്കൻഡ് പാരഗ്രാഫ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യാം. ഇപ്പോൾ സർക്കുലർ നമ്പർ 183/15/2022 ആണ്. അപ്പോൾ നമുക്കത് സെക്കൻഡ് പാരഗ്രാഫ് നമുക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾ റീകൺസീൽഡ് ആണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഡിക്ലറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ സപ്ലൈയുടെ ഡിക്ലറേഷൻ, അല്ലെങ്കിൽ 5 ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ഡിക്ലറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാമെന്നാണ്. നമുക്ക് സിംപിളി ഇപ്പോൾ നമുക്കത് റീകൺസീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് ഇല്ല എന്ന് മാത്രം കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, വളരെ മനോഹരമായിട്ട് നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫ് കളഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ സർക്കുലർ നമ്പർ കാണിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ അത് ഡിഫറൻസ് റീകൺസീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഡിമാൻഡ് ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണോ വരുത്തേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഈ ഇമ്പ്രൂവ് അല്ലെങ്കിൽ ഈ പാരഗ്രാഫ് ഡിലീറ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഫ്രീ ആയിട്ടൊരു ഓഫീസ് അസിസ്റ്റൻസിനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് കരുതുക. നമ്മൾ വേറൊരു കാര്യം കൊടുത്തിരിക്കുന്നത് ഡ്രാഫ്റ്റ് റിപ്ലൈ ലെറ്റർ ഫോർ നോട്ടീസ് അഗെയിൻസ്റ്റ് അണ്ടർ സെക്ഷൻ 270 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്. അപ്പോൾ സെക്ഷൻ 270, ഇപ്പോൾ 270 അല്ലെങ്കിൽ 271 പെനാൽറ്റി നോട്ടീസുകളൊക്കെ നമുക്ക് പലപ്പോഴും വരാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 270ക്ക് അഗെയിൻസ്റ്റ് നമുക്ക് അങ്ങനെ റെസ്പോൺസ് കൊടുക്കാം. ഇനി ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് സൂര്യന് താഴെയുള്ള എന്ത് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഓപ്പൺ ഐയോട് ചോദിക്കാം, ചാറ്റ് GPTയോട് ചോദിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ട്, നമുക്ക് ടൈം മാനേജ്മെൻറ്റിൽ കുറച്ച് ബുദ്ധിമുട്ട് കാണുകയാണ്. അപ്പോൾ ഒരു 5 ടിപ്പ് ടൈം മാനേജ്മെൻറ്റിനായിട്ട് 5 ടിപ്പ് തരാനായിട്ട് പറയുകയാണെന്ന് വിചാരിക്കും. ഗിവ് 5 ടിപ്സ് ഫോർ എഫക്റ്റീവ് ടൈം മാനേജ്മെൻറ്റ്. പെൺകുട്ടി ഒറ്റയ്ക്ക് ഗാർഡനിൽ ഒരു മഴയുള്ളൊരു ഈവനിങ്ങിൽ പ്രതീക്ഷകളൊക്കെ സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടീനെ കുറിച്ചിട്ട് ഒരു കവിത എഴുതാനായിട്ട് പറയുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കവിതയാണ് കേട്ടോ. ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ യുണീക്കാണ് ഈ കവിത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലോകത്ത് വേറെ എവിടെയും കാണാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ഈ കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടാണ് ഈ കവിത എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് റിപ്പബ്ലിക് ഡേനെ പറ്റിയിട്ട്, ഇപ്പോൾ നമുക്ക് റിപ്പബ്ലിക് ഡേ ആണ്, അപ്പോൾ റിപ്പബ്ലിക് ഡേനെ പറ്റിയിട്ട് നമുക്കൊരു സ്പീച്ച് ചെയ്യണം എന്ന് വിചാരിക്കും. സ്പീച്ച് അബൌട്ട് റിപ്പബ്ലിക് ഡേ ഇന്ത്യ. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്പീച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഭീംറാവു അംബേദ്കറെ പറ്റി ഒരു വരി പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അംബേദ്കറെ നമുക്കങ്ങനെ ഒഴിവാക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് റീഡ്രാഫ്റ്റ് ചെയ്ത് തരാൻ പറയുകയാണ്. അപ്പോൾ അത് റീഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഡോക്ടർ അംബേദ്കറും കൂടി ആഡ് ചെയ്തിട്ട് അംബേദ്കറുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക്, അത് മാത്രമല്ല റിപ്പബ്ലിക്കിനെ പറ്റി, എന്താണ് റിപ്പബ്ലിക് എന്നതിനെക്കുറിച്ചും വളരെ മനോഹരമായിട്ടുള്ളൊരു സ്പീച്ച് നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ് ഇനിയുള്ള കാര്യങ്ങൾ. ലൈഫ് വളരെ ഈസി ആയിട്ടാണ് നമ്മുടെ Chat.GPTയുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ പ്രൊജക്ട് റിപ്പോർട്ടുകൾ കോളേജുകളിലൊക്കെ ഇപ്പോൾ പ്രൊജക്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും, റേഷ്യോ അനാലിസിസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ പല പല കാര്യങ്ങൾക്ക് പറ്റി. അപ്പോൾ ഏത് പ്രൊജക്ട് റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് Chat.GPT കൂടെ ചെയ്യാനായിട്ട് പറ്റുക. പ്രൊജക്ട് റിപ്പോർട്ട് യൂണീക്ക് ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ റൈറ്റ് എ പ്രൊജക്ട് റിപ്പോർട്ട് അബൌട്ട് റേഷ്യോ അനാലിസിസ്. അപ്പോൾ അതിൽ ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഇതെല്ലാം വരുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് നമുക്ക് ഒരു 10-20 സെക്കൻഡുകൾക്കുള്ളിൽ നമുക്കത് റെഡിയാണ്. ഇനി നമുക്കൊരു അപ്പീൽ ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് സെക്ഷൻ 80Pനെ പറ്റിയിട്ട് നമുക്കൊരു അപ്പീൽ ഫയൽ ചെയ്യണം, അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ അസസിംഗ് ഓഫീസർ സെക്ഷൻ 80P പ്രകാരം നമ്മളുടെ ഡിഡക്ഷൻ ഡിസോൾവ് ചെയ്തു. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് നമുക്കൊരു അപ്പീൽ കമ്മീഷണർ എടുത്തൊരു അപ്പീൽ ഫയൽ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളതിൽ രണ്ടാമത്തെ പാരഗ്രാഫ് ശ്രദ്ധിച്ചാൽ നമ്മൾ 80Pനെ കുറിച്ച് ജസ്റ്റ് 80P എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അത് നെറ്റിൽ നിന്ന് 80P എന്താണെന്ന് ഡിഗ് ഔട്ട് ചെയ്തിട്ട് ബാങ്കിങ് ബിസിനസ്സിൽ ചെയ്യുന്ന ആളുകൾക്ക് 80P അലൗ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ അതൊക്കെ റെഫർ ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ലെറ്റർ, വളരെ കണ്ടൻറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ലെറ്റർ തന്നെയാണ് ഡ്രാഫ്റ്റ് ചെയ്തിരുന്നത്. ഇനി നമുക്കിതിൽ സുപ്രീം കോർട്ടിൻ്റെ ലേറ്റസ്റ്റ് ഓർഡറും കൂടി ആഡ് ചെയ്യണം എന്നുള്ളതുണ്ടെങ്കിൽ ഇംപ്രൂവ് വിത്ത്, നമുക്കിപ്പോൾ മാവിലായി അല്ലെങ്കിൽ പേരൂർക്കട കേസ് പറഞ്ഞുകൊണ്ട് ഇംപ്രൂവ് വിത്ത് സുപ്രീം കോർട്ട് കേസ് ലോ മാവിലായി ഫേവറിങ് ദ അസസീസ്. അപ്പോൾ നമുക്ക് സിറ്റുവേഷൻ അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സിറ്റുവേഷനും കൂടിയും കൊടുക്കാം. നമ്മൾ പറഞ്ഞിരിക്കുന്ന കേസ്, ഐ വുഡ് ലൈക്ക് ടു ബ്രിങ് യുവർ അറ്റൻഷൻ ദാറ്റ് ദ സുപ്രീം കോർട്ട്. കേസ് സിറ്റുവേഷനൊക്കെ
തപ്പിയെടുത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ്. ഗൂഗിളായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഗൂഗിൾ നമുക്ക് ഇങ്ങനെ ഒരു അസിസ്റ്റൻറ്റ് സർവീസ് നമുക്ക് ചെയ്തു തരില്ല എന്നുള്ളതാണ്. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിരക്കണക്കിന് മോഡൽസ് തരും, നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് നമ്മൾ വീണ്ടും കണ്ടുപിടിക്കണം. ഇതൊരു ഫേസ് ടു ഫേസ് ഒരു ഇൻട്രാക്ഷൻ പോലെ, നമ്മുടെ തൊട്ട് ഫ്രണ്ടിലൊരു ഓഫീസ് അസിസ്റ്റൻ്റ് ഇരിക്കണ പോലെയാണ് നമുക്ക് തോന്നുന്നത്, അതും ഫ്രീ ആയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുക. ഇത് ഇമ്പ്രൂവ് ചെയ്യാം. നിങ്ങൾ ഈ കൊടുക്കുന്ന ആ ഒരു കണ്ടൻറ്റിനനുസരിച്ചിട്ട് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. റൈറ്റ് എ ലെറ്റർ ഫോർ എൻഹാൻസിങ് ഓഡിറ്റ് ഫീ ഡ്യൂ ടു പ്രിവെയിലിംഗ് ഇൻഫ്ലേഷൻ ആൻഡ് ഓവർ ഹെഡ് കോസ്റ്റ്, ദെൻ മെൻഷനിങ് ദർ വാസ് നോ ഇൻക്രീസ് ഇൻ ഓഡിറ്റ് ഫീ ഫോർ ദ പാസ്റ്റ് 3 years. വളരെ മനോഹരമായിട്ടൊരു ലെറ്റർ എഴുതി തന്നിട്ടുണ്ട്. ഒരു RTI ആപ്ലിക്കേഷൻ നമുക്ക് വേണം. അപ്പോൾ നമുക്കത് ഡ്രാഫ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള അവതാർ ഫിലിമിനെ പറ്റിയിട്ട് നമുക്കൊരു റിവ്യൂ എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു റിവ്യൂ എഴുതി തന്നിട്ടുണ്ട്. ഗിഫ്റ്റ് വരുന്ന ഇൻകം ടാക്സ് ആക്ടിന് സെക്ഷൻ 56 പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്മറി എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ട് 50,000 രൂപ വരെയുള്ള അല്ലെങ്കിൽ റിലേറ്റീവ് ആരാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഇൻകം ടാക്സ് ആക്ടിൽ നിന്ന് തന്നെ ഡിഗ് ഔട്ട് ചെയ്തിട്ട് നമുക്കൊരു ആർട്ടിക്കിൾ പോലെ എഴുതി തന്നിട്ടുണ്ട്. നരേറ്റ് എ സ്റ്റോറി എബൌട്ട് ഓൺലൈൻ ക്ലാസ് കോമഡീസ് ഡ്യൂറിങ് കൊറോണ പീരീഡ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റോറി. നമുക്ക് വേണമെങ്കിൽ ആളുകളുടെ ഇത് ഇമ്പ്രൂവ് ചെയ്യാം കേട്ടോ. നമുക്ക് ആളുകളുടെ പേര് അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണ് കണക്ക് പഠിപ്പിക്കുക എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ChatGPT അതിനും ആൻസർ ഉണ്ട്. ഹൗ ടു ടീച്ച് മാത്സ് ഫോർ 6th standard. നമുക്ക് ഡെസിമൽസ് എങ്ങനെയാണ് പഠിപ്പിക്കുക എന്നറിയണം, വിത്ത് എക്സാമ്പിൾസ് അടക്കം നമുക്ക് അറിയണം എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് മെഡിറ്റേഷൻ ചെയ്യണം. വളരെ ഈസി ആയിട്ടുള്ളൊരു മെഡിറ്റേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ടെൽ മീ അബൌട്ട് മോസ്റ്റ് ഈസി മെഡിറ്റേഷൻ. നമുക്ക് അരി കൊണ്ട് വൈൻ ഉണ്ടാക്കണം എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ റെസിപ്പി? ഇതാ നല്ല റെസിപ്പി, അരി വൈൻ നമ്മുടെ മുൻപിൽ റെഡിയാണ്. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യക്ക് നമുക്കൊരു ലെറ്റർ എഴുതണം. നമ്മളുടെ എയർ അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷനെ പറ്റിയിട്ട് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യക്ക് നമുക്കൊരു ലെറ്റർ എഴുതണം എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ലെറ്ററും റെഡിയാണ്. മെസ്സിയും എംബപ്പയും തമ്മിൽ ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ചു എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെന്താണ് സംസാരിച്ചിരിക്കുക എന്ന് ഇമാജിൻ ചെയ്യാനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നരേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ChatGPT അതും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ഒരു നോട്ട് ഇൻറ്റേർണൽ കൺട്രോളിനെ പറ്റിയിട്ട് ഫിനാൻസ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് ഇൻറ്റേർണൽ കൺട്രോളിനെ പറ്റിയിട്ട് ഒരു നോട്ട് എഴുതി കൊടുക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു നോട്ട് എഴുതി തന്നിട്ടുണ്ട്. നമ്മുടെ അമ്മയ്ക്ക് ഒരു ലെറ്റർ എഴുതണം. റൈറ്റ് എ ലെറ്റർ ടു മൈ മോം. വളരെ ലവ്ലി ആയിട്ടുള്ളൊരു ലെറ്ററാണ് എഴുതി തന്നിരിക്കുന്നത്. ChatGPTയുടെ ഒരു ലെസ് ദാൻ 1% ഉപയോഗം മാത്രമാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ നിങ്ങളുടെ കഴിവുകളും കൂടി ആഡ് ചെയ്തുകൊണ്ട് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ChatGPTനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സൂര്യന് താഴെയുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു അസിസ്റ്റൻറ്റിനെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് എന്ന് കരുതിയാൽ മതി. നിങ്ങൾക്കൊരു 5-year പ്രൊജക്ട് റിപ്പോർട്ട് എക്സലിൽ വേണം എന്ന് കരുതുക. സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്ന പെർസെൻറ്റേജ്, GP റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് തന്നെ ഒരു എക്സൽ ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആ ഒരു സംവിധാനത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്താനായിട്ട് അധികം ദൂരമില്ല. നിങ്ങളൊരു വീട് പണിയാണ് എന്ന് വിചാരിക്കും. വീടിന്റെ പ്ലാനിനെ കുറിച്ചും എലിവേഷനെ കുറിച്ചും നിങ്ങളുടെ റൂമുകളുടെ ബെഡ്റൂമുകളുടെ സൈസ് എങ്ങനെയാണ്, പോർട്ടിക്കോ എങ്ങനെയായിരിക്കണം, ലിവിംഗ് ഹാൾ എങ്ങനെയായിരിക്കണം എന്നുള്ള സ്പെസിഫിക്കേഷൻസ് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ കണ്ട വീടിന്റെ പ്ലാൻ നിമിഷ നേരം കൊണ്ട് എലിവേഷൻ അടക്കം വീടിന്റെ പ്ലാൻ വരച്ചു തരുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമും അധികം വിദൂരമല്ല. അതുമാത്രമല്ല, നിങ്ങളുടെ ലാബ് റിപ്പോർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു കാലവും അതിവിദൂരമല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷേ അതിനൊപ്പം തന്നെ ഓപ്പർച്യൂണിറ്റികളുമുണ്ട്. ടാക്സേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണാനായിട്ട് തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.